നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിൽ പുതിയൊരു എന്ന സ്ഥലത്ത് കടലായി അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലാണ്. ഏകദേശം ഒരു 5000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റൂഫ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇവിടെ ഈ വീഡിയോയിൽ നിന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ഈ സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാവരുടെയും നല്ല ഫ്ലാറ്റ് റൂഫാണ്. ഈ ഫ്ലാറ്റ് റൂഫിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒരു ഫ്ലാറ്റ് റൂഫിലുണ്ടാകുമ്പോൾ അതിൻ്റെ കല്ലും മണലും തെളിഞ്ഞ് കാണാൻ പറ്റും. ആ മഴ പെയ്ത് വെയിൽ കൊണ്ട് കല്ലും മണ്ണും തെളിഞ്ഞ് കണ്ട് അതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടാണ് ഡാംപ്നെസ് ഉണ്ടാകുന്നത്. ഈ ഡാംപ്നെസ് കുറേ കാലം തുടർന്നാൽ അടിയിൽ നിന്ന് കോൺക്രീറ്റ് അടന്ന് താഴോട്ടേക്ക് വീഴാൻ തുടങ്ങും. സ്റ്റീല് കൊറോസിനാവും. കൊറോസിൻ ത്രസ്റ്റ് ചെയ്യുമ്പോൾ സിമൻറ്റ് അടന്ന് താഴോട്ട് വീണ് പല അപകടങ്ങളും നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കുവാൻ വേണ്ടി നമ്മൾ ഈ വീടിന് ഒരു ദീർഘകാലത്തേക്ക് ഒരു ചോർച്ചയും ചൂടിൻ്റെ പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ വാട്ടർ മാനേജ്മെൻറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്ലാബിൻ്റെ മുകളിൽ ലെയർ കോട്ടിംഗ് ചെയ്തു. ഈ ലെയർ കോട്ടിംഗ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽസ് എല്ലാ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഏത് കമ്പനിയും ഞാൻ വാട്ടർ പ്രൂഫിംഗ് സർവീസ് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ചെയ്യുന്നത് മപ്പായ് എന്ന ഒരു കമ്പനിയുടെ മപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ട്സാണ്. ഇത് പോളിമറൈസ് കൂടുതലുള്ള ഒരു എലാസ്റ്റികത കൂടുതലുള്ള ഒരു കോമ്പൗണ്ടാണ്. ആർക്കിടെക്റ്റ് പറഞ്ഞ അടിസ്ഥാനത്തിൽ ക്ലയൻറ്റ് തിരഞ്ഞെടുത്തൊരു മെറ്റീരിയൽസാണിത്. ഇതാണ് ഞാനിവിടെ ചെയ്തു കൊടുക്കുന്നത്. ഈ റൂഫിൻ്റെ മുകളിൽ 2 കോട്ടിങ് ഏകദേശം കഴിഞ്ഞു. ഇത് നെക്സ്റ്റ് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളെ വെള്ളം പോകുന്നത് ആ കോർണറിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, ആ കോർണറിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, 2 കോർണറിൽ ഔട്ട്ലെറ്റ് ഉണ്ട്. പക്ഷേ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഈ സൈഡിലാണ്. അപ്പുറത്തെ സൈഡിൽ വെള്ളം കിടക്കുന്നുണ്ട്, ഈ സൈഡിൽ വെള്ളം കിടക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഈ ഭാഗത്താണെങ്കിൽ ഈ വെള്ളത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് കൊടുത്ത് സ്ലോപ്പ് ചെയ്യുന്നത്. ഈ 2 ഔട്ട്ലെറ്റിലേക്കും പോയിൻ്റ് ഇട്ട് സ്ലോപ്പ് ചെയ്താൽ മാത്രമേ ഈ വെള്ളം ഒഴുകി ഔട്ട്ലെറ്റിൽ നിന്ന് സ്ലാബിൽ നിന്ന് പുറത്തേക്ക് പോകത്തുള്ളൂ. അതിനാണ് വാട്ടർ പ്രൂഫിംഗ് മദർ ബോർഡിൽ തന്നെ ചെയ്ത് നമ്മൾ മുകളിൽ സ്ക്രീഡ് കൊടുക്കുന്നത്. മദർ ബോർഡ് കൊടുക്കാൻ കാരണം നമ്മളെപ്പോഴും കോൺക്രീറ്റ് സ്ക്രീഡ് ചെയ്ത് കഴിഞ്ഞാലോ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലോ അത് പൊട്ടും. അത് പൊട്ടി വെള്ളം അടിയിൽ ഇറങ്ങിയിട്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഈവൻ അത് പൊട്ടിയാൽ തന്നെ കോൺക്രീറ്റ് സ്ലാബ് സംരക്ഷിക്കാൻ വേണ്ടി കോൺക്രീറ്റിൻ്റെ മദർ ബോർഡിനാണ് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്. എന്നാൽ മറ്റുള്ള ആൾക്കാർ ഈ സ്ലാബിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുപോയി പ്ലാസ്റ്റിക് ആണോ വെള്ളം കെട്ടിക്കിടക്കുന്നതിനൊക്കെ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് തികച്ചും നമ്മുടെ ചെയ്യുന്ന മെറ്റീരിയൽസിന് കേടുപാടുകൾ പറ്റുകയും അത് വെയിലും മഴയും കൊണ്ട് നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇത് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാതെ ഒരു പേരപ്പറ്റിൻ്റെ മുകൾ വശമാണ്. ഇത് കോൺക്രീറ്റ് ചെയ്ത് ഇതിന് പ്ലാസ്റ്ററിങ് ചെയ്തതാണ്. അതിൻ്റെ അവസ്ഥ ഒന്ന് നോക്കുക. ഒരു 7 വർഷം മഴ കൊണ്ട് പേരപ്പറ്റിൻ്റെ റൂഫാണ്. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൽ മണൽ സിമൻറ്റ് ഒഴുകിപ്പോയി ചെറിയ കിഴുത്തകൾ കാണാം, കുഴികൾ കാണാം. മണലും സിമൻറ്റും എല്ലാ ഓപ്പൺ കോൺക്രീറ്റിൽ നിന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് എവിടെ നിന്നാണോ എടുത്തത് അവിടത്തേക്ക് തന്നെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് ഈ കിഴുത്ത കാണുന്നത്. ഏറ്റവും നല്ല പ്ലാസ്റ്റിക് ചെയ്ത് ഫിനിഷിംഗ് ആക്കിയ ഒരു ഏരിയ 7 വർഷം മഴ പെയ്യുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ്. യഥേഷ്ടം മണലും സിമൻറ്റും ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് മദർ ബോർഡിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് വീണ്ടും കൊടുക്കുന്നത്. ഇത് സ്ലോപ്പ് റൂഫാണ്. ഇത് ഓട് വെക്കുന്ന റൂഫാണ്. ഈ ഓട് വെക്കുന്നതിന് മുമ്പിൽ നമ്മൾ നിർബന്ധമായിട്ടും വാട്ടർ പ്രൂഫിംഗ് ചെയ്തിരിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്ലോപ്പ് റൂഫിൽ നമ്മൾ ഈ ഫ്ലാറ്റ് റൂഫിൻ്റെ അതേ രീതിയിലുള്ള വാട്ടർ മിക്സിംഗ് എല്ലാം ഉണ്ടാകുന്നത്. വാട്ടർ, സിമൻറ്റ്, ജില്ലി, മണൽ ഈ റേഷ്യോയിൽ വളരെ മാറ്റം സ്ലോപ്പ് റൂഫിലുണ്ട്. സ്ലോപ്പ് റൂഫിൽ ഇതൊക്കെ കുറവായിരിക്കും. കാരണം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒലിച്ചിറങ്ങി കോൺക്രീറ്റ് നാശമാകാതിരിക്കാൻ വേണ്ടി കോൺക്രീറ്റിൽ വാട്ടർ മിക്സിങ് വളരെ കുറവായിരിക്കും. കാരണം ഒരു സ്ട്രക്ചർ മുകളിൽ ഉണ്ടാക്കുകയാണ് ഓട് വെക്കുവാൻ വേണ്ടി. അപ്പോൾ ഓൾറെഡി അതിന് ഹണി കോംസും ഹോൾസും ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഓട് വെക്കുന്നതിന് മുമ്പിലെയും ഷിംഗിൾസ് വെക്കുന്നതിന് മുമ്പിൽ നിർബന്ധമായി സ്ലോപ്പ് റൂഫ് വാട്ടർ പ്രൂഫിംഗ് ചെയ്തിരിക്കണം. അത് ചെയ്യാതെ ഏരിയയൊക്കെ ഇപ്പോൾ ഒരുപാട് കുഴപ്പങ്ങൾ കാണുന്നുണ്ട്. രണ്ടാമതും ഓടെടുത്ത് മാറ്റി വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് ഓട് തിരിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഷീറ്റ് ഇടുകയോ ചെയ്യുകയാണ് ചെയ്തത്. ഇത് നമ്മൾക്ക് സാമ്പത്തികമായി ഒരുപാട് നഷ്ടമുണ്ടാക്കും. ഈ വീടെടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം കൃത്യമായിട്ട് ചെയ്താൽ നമ്മൾക്ക് ലീക്കും ചൂടും അതിൻ്റെ പ്രശ്നങ്ങളും ഇല്ലാതെ കോൺക്രീറ്റ് ബിൽഡിംഗ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും.